ഏകോപിപ്പിക്കുന്ന ഒരു ഭരണ സംവിധാനം വേണം. ഇതിനാണ് ഞാൻ ഹബ്ബ് എന്ന് പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ഹബ്ബുകൾ കേരളത്തിൽ വേണം, ഈ ടൂറിസത്തിലെ കേരളത്തിലെ ഒരു 25 ടൂറിസം ഡെസ്റ്റിനേഷനുകളെ ഇത്തരം ഹബ്ബുകളാക്കി മാറ്റണമെന്ന് പറയുന്നത് മുകൾ മുതൽ താഴെ വരെയുള്ള ഒരാൾക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ലാതെ വിശ്രമിക്കുകയാണ് ആ പദ്ധതി. വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്യുന്നു, ഇറങ്ങിച്ചെല്ലുമ്പോൾ വലിയൊരു കൂടാരം, ഈ കൂടാരമാണ് അവിടുത്തെ ഈ പറഞ്ഞ ഹബ്ബ്. അതിനകത്താണ് ടിക്കറ്റ് എടുക്കുന്നതും സുവനീർ വാങ്ങുന്നതും ഭക്ഷണം കഴിക്കുന്നതും അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ബസ് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്നതൊക്കെ. അതായത് നമ്മുടെ വണ്ടികൾ ഇവിടം വരെ വരുള്ളൂ, ഇവിടെ പാർക്ക് ചെയ്തിരിക്കണം. ഇനി അങ്ങോട്ട് ഗ്രാൻഡ് കനിയൻ്റെ വക്കിലേക്ക് പോകണമെങ്കിൽ, അവിടുന്ന് അടുത്തടുത്ത കാഴ്ചകളിലേക്ക് പോകണമെങ്കിൽ ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്ന ബസ്സുണ്ട്. അതിൽ $50 ടിക്കറ്റ് എടുത്താൽ അതിൽ നമുക്ക് കയറാം. ഓരോ സ്ഥലങ്ങളിൽ ഇവർ കൊണ്ട് ഇറക്കും, അവിടെ നമുക്ക് ഇറങ്ങി കുറേ സമയം സ്പെൻഡ് ചെയ്യാം. അടുത്ത ബസ് വരുമ്പോൾ അതിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇങ്ങനെ 3 പ്രധാന ഡെസ്റ്റിനേഷനുകൾ കണ്ട്, കാഴ്ചകൾ കണ്ട് നമുക്ക് അവിടുത്തെ പല എക്സ്പീരിയൻസുകളിലേക്കും പോയി തിരിച്ചു വരാം. അതാണ് അവിടുത്തെ പ്രധാന ടൂർ.